നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ ഭിത്തിത്തയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് അന്ന് തന്നെയാണ് അത് ഇതും ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്റെ ടീഷർട്ട് കാണാൻ മനസ്സിലാവും. അപ്പൊ വ്യത്യാസമൊന്നുമില്ല, സെയിം ഡേ ആണ്, പക്ഷെ മറ്റൊരു വിഷയമാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചതുരശ്രം താളത്തിൽ, അതായത് 1 2 3 4 കൗണ്ടിൽ ആദ്യ താളത്തിൽ വരുന്ന താതൈ തേക. എനിക്ക് എല്ലാ ഡാൻസ് ലവേഴ്സിനോടും പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മള് ഒരു ഡാൻസ് കൊറിയോഗ്രാഫിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ധിത്തിത്തൈ അഥവാ 1 2 3 കൗണ്ടിന്റെ സ്റ്റെപ്സും 1 2 3 4 സ്റ്റെപ്സ്. ഒരു വിധത്തിൽപ്പെട്ട കൊറിയോഗ്രാഫി ഒക്കെ നമുക്ക് പഠിക്കാം ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ. അപ്പൊ ഞാൻ ഇന്ന് 1 2 3 4 അഥവാ താതൈ തേയ്ത, നമ്മള് പരവലടവെന്ന് പറയും, പക്ഷെ അതിന്റെ ചിട്ടയായ സിലബസിൽ വരുന്ന പരവലടവ് 4 എണ്ണത്തിൽ നിന്ന് മാറി വേറെ കുറെ വേരിയേഷൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് 3 കാലത്തിലും നിങ്ങൾ ചെയ്യണം. അപ്പൊ അത്രയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അതിപ്രഗത്ഭരായ കുറച്ച് നർത്തകരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അണിനിരത്തുകയാണ്. എന്റെ 2 വശത്തായിട്ടും മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ തൊഴിച്ച് ഞാൻ താഴെ ഇടരുത്. അപ്പോ അവര് നല്ല അരമണ്ഡലത്തിലൊക്കെ നിന്ന് ചെയ്തോളും. അത് അവർക്കൊരു വീക്ക്നെസ് ആണ്, അരമണ്ഡലം അവരുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അവര് ഗംഭീരമായിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് താതൈ തേയ്തയിലേക്ക് പോകാം കേട്ടോ. ആദ്യം കാല് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇത് പണ്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ചെയ്യാണ്. താതൈ തേയ്ത. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരണം? നമ്മള് 2 സൈഡും എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു സൈഡിലേക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം 2 സൈഡിലേക്കും പോകാൻ. അതായത് താ തേയ് തേയ്, കാല് ഇവിടെ ദൂരേക്ക് പോകരുത്. തേയ് താ ധ തേയ് തേയ് താ. ഈ സൈഡ് പ്രാക്ടീസ് ചെയ്ത് ഉറച്ചതിന് ശേഷം മാത്രം ലെഫ്റ്റ് സൈഡ് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് വേണം രണ്ടും കമ്പൈൻ ചെയ്യാൻ. ചാടി കയറി നമ്മൾക്ക് ബുർജ് ഖലീഫയുടെ മേളിൽ കയറുന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ലിഫ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് പതുക്കെ മാത്രം നമ്മൾ പിടിക്കുക കേട്ടോ. അപ്പൊ അതിന് ആദ്യം അടവ് പഠിക്കാൻ 2 കൈയിൽ കടക്കാമുഖം പിടിക്കുക. പിടിച്ചോളൂ, നിങ്ങളെ ഉദ്ദേശിച്ചോ. ഓക്കെ, അപ്പൊ നല്ല അരമണ്ഡലം താഴോട്ടോ. അപ്പൊ സാറ് നല്ല അരമണ്ഡലം നിന്നാൽ എന്ത് സംഭവിക്കും? പിന്നെ പൊങ്ങാൻ ആളുടെ സഹായം വേണ്ടി വരും. നിങ്ങൾ നിൽക്കുക. 1 2 3 4 ബോഡി അനങ്ങണ്ട. ഇത് നമ്മൾ ചെയ്ത് ഉറച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് ഒന്ന് ചെയ്യൂ. 1 2 3 4 ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തത് കുറച്ച് നീങ്ങി അവിടെ കൈ നിരിക്കില്ലേ, ശരി നീങ്ങി നീ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട്. ആദ്യത്തെ കിടക്കാമൊക്കെ പിടിച്ച് പ്രാക്ടീസ് ചെയ്തു. രണ്ടാമത്തെ കൈ നേരെ നീട്ടുക, തിരിച്ചു കൊണ്ടുവരിക. അത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് 1 2 3 4 കൈക്ക് ബലം. സ്വസ്തികം വെച്ച് ഒന്നോടെ ഇത്രയും വലിയ പണി എനിക്ക് കൗണ്ടുമായി വിചാരിച്ചല്ലോ. അപ്പൊ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇനി അതിന് ലെഫ്റ്റ് എടുക്കണം. അപ്പൊ ലെഫ്റ്റ് സ്പീഡ് എടുക്കണ്ട കേട്ടോ. ലെഫ്റ്റ് ഒന്ന് എടുത്തേ. 1 2 3 4 എന്ത് ചെയ്യണം? കറക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ കൈ കറക്കി എടുക്കണം. അപ്പൊ ഒരു സൈഡിലേക്ക് 1 2 3 4 ബെൻഡ് ചെയ്തോ ഒന്നോടെ. മതി
അതെ, നമ്മള് ഇത് ചെയ്യുമ്പം 1 2 3 4 5 6 7 8 ഇവിടെ നമ്മളിത് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ട് എടുത്ത് ചവിട്ടിട്ട് വീണ്ടും ഇങ്ങനെ ചവിട്ടണ്ട കേട്ടോ. അത് കമ്പൈൻ ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമുള്ളൂ. അടുത്തത് മൂന്നാമത്തെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അപ്പൊ നേരെ നീട്ടി കറക്കി എടുത്തു. ഇനി എന്ത് ചെയ്യണം? ആരെ കറക്കി എടുത്തു? ഇനി എന്ത് ചെയ്യണം? ഇനി ഇല്ല, ഇവിടുന്ന് ഇത്രേ വരാൻ പാടും. നാട്യാരംഭത്തിൽ ഇവിടെ അത് തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പൊ കൈ പോണ പോലെ നമ്മൾ നോക്കിയെടുത്തു കേട്ടോ. ഇതൊക്കെ എന്റെ സൃഷ്ടിയാ. 1 2 3 4 അങ്ങോട്ട് നോക്ക്, കൈക്ക് നോക്ക്. ലെഫ്റ്റ് ആണ്. മതി. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇത് തന്നെ കറക്കി മേളിൽ പോണം, തിരിച്ചു വരണം. ഓക്കെ, നീങ്ങുന്നു. നിങ്ങൾക്ക് വിശപ്പും പരവേശവും ദാഹവും ഒക്കെ ഉണ്ടാവും. പറഞ്ഞു 1 അത് മാത്രം ഉള്ളത് എനിക്കറിയാം. 1 2 3 4 മേളിൽ പോണേ. കൈ നോക്ക. തന്നോടെ തീർന്നു. ലെഫ്റ്റ്, ഇനി ലെഫ്റ്റ്. 3 4 മതി. ഇനി അടുത്തത് എങ്ങനെയാ? ഇത് 2 കൈയും പൊക്കി സെമി സർക്കിൾ തിരിച്ച് റിട്ടേൺ വന്നു. വീണ്ടും ഒന്നോടെ പോയി തിരിച്ച് റിട്ടേൺ വന്നു. റൈറ്റ് സൈഡ് 2 പ്രാവശ്യം. 1 2 3 4 കൈക്ക് നോക്കാൻ. ബോഡി ബെൻഡ് ചെയ്യരുത്, ബോഡി നേരെ നിൽക്കട്ടെ. അങ്ങോട്ടെ. ലെഫ്റ്റ് നിന്നോടൊക്കെ ഞാൻ പറഞ്ഞു ക്ലോസ് ചെയ്യാൻ നേരത്തെ അങ്ങനെ ചവിട്ടാവുന്നു കേട്ടോ. എന്നതാണെന്നൊക്കെ അറിയിക്കുക. പിന്നെ അടുത്തത് ഇനി എന്താ? ഇപ്പൊ സെമി സർക്കിൾ വന്നില്ലേ? ഇനി അത് താഴെ പോയി തിരിച്ചു വരണം കംപ്ലീറ്റ്. അതായത് വട്ടം നമ്മൾ കറക്കി എടുക്കണം. 1 2 3 4 ഓക്കെ. കുഞ്ഞിനെ അവിടെ വരെ പഠിപ്പിച്ചായിരുന്നു. അടുത്ത നേരെ താഴേന്ന് മുകളിലേക്ക്. അപ്പൊ നമ്മുടെ കൈ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സെയിം സ്റ്റെപ്പ് തന്നെ, വ്യത്യാസമില്ല. 1 2 3 4 സോറി, എനിക്ക് പോയി കളിച്ച. ഇടത്ത കൈയിലേക്ക് നോക്കാം. ഇടത്ത കൈയിലേക്ക് നോക്കാൻ. ഒന്നും വിചാരിക്കരുത്, അവൻ ഇടതും വലതും അറിയില്ല. അവൻ നടുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇങ്ങനെയാണ് നമ്മൾ അടുത്ത് പറഞ്ഞത്. കൈ കറക്കിയെടുത്തു. ഏതാണ് ഓർമ്മ? അല്ല, അതിന് മുൻപ് ഇതേ പാറ്റേണിൽ നമ്മള് എന്നാ നമുക്ക് അടുത്തത് എടുക്കാം. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് ചേട്ടനാണ്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 1 2 3 4 മുട്ട് വിരിഞ്ഞിരിക്കണോട്ടോ പിള്ളേരെ നിങ്ങളെ കേട്ടോ. എന്റെ ഒന്നും വിരിയില്ല. എന്റെ ഉമ്മയുടെ ഒക്കെ പ്രശ്നം. കാരണം പിള്ളേരെ ഒന്ന് വിളിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. പിള്ളേരൊന്നുമല്ല അല്ലേ മുമ്പേ? ശരി. അപ്പൊ അടുത്തതായിരുന്നു. അടുത്ത കൈ പറക്കി കേട്ടോ. 1 2 3 4 നിങ്ങൾ ചെയ്യുന്നോളൂ, ഞാൻ ശരിയില്ല. മതി. ഇതിന് ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. അടുത്തത്
ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് 1 2 3 4 ta te te ta te te ta ta te te ta te te ta. അയ്യോ. അടുത്തത് കറക്കി എടുക്കുന്നത്. 1 രണ്ട് രീതിയിൽ കറക്കാം. ആദ്യത്തെ സൈഡ് 1 2 3 4 ta te te ta te te ta ta te te ta te te ta. അടുത്തത് ഇങ്ങനെയാ ഉള്ളത്. ta te te ta. നേരെ ഇങ്ങ് വന്നാൽ മതി കേട്ടോ. രണ്ട് സൈഡ് 1 2 3 4 ta te te ta te te ta ta te te ta te te ta. അടുത്തത് ഇങ്ങനെ വരും കേട്ടോ. 1 2 3 4 ta te te ta te te left te ta ta te te ta te 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 ta. ഇറങ്ങിയിട്ട് അടുത്തത് ഇത് 1 2 3 4 ta te te ta te 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 ta ta te te ta te 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 ta. ഓക്കെ. ഇനിയും പുറത്തെടുക്കാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അടവുകൾ എന്തെങ്കിലും ഉണ്ടോ? ആ മൂഴിക്കിടകൾ പോലെ വല്ലതും ഓർമ്മയില്ല. പോയി ഓരോ പ്രാവശ്യം പിടിച്ചു വയ്ക്കും. ഒരിടത്തിനും ഓർമ്മയില്ല. ഫ്രണ്ട് കറക്കി ബാക്കിലേക്ക് പോകരുത്. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് കൈ റൈറ്റ് സൈഡിൽ വരെ അങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ. 1 2 3 4 ta te te ta te te ta ta te te ta te te ta. ഉണ്ടോ? എത്ര മനോഹരമായ അളവുകൾ. പിന്നെ എന്താ ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ആവാം. ഓക്കെ. ഇതെങ്ങനെ ഞാൻ ഇത് ധിത്തിത്തേക്കും ചെയ്യും, താതയിലേക്കും ചെയ്യും. എങ്ങനെയാ നിങ്ങൾ കണ്ടോ? നിങ്ങൾ നോക്കൂട്ടോ. ധിത്തിത്തേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ അപ്പൊ റൗണ്ട് കഴിഞ്ഞു. മനസ്സിലായോ? എല്ലാ കോർണറിലും പോയി. താതയിലേത് ചെയ്യുമ്പോ അങ്ങനെ തന്നെ വരും. 3 4 നോക്കി കണ്ടില്ലേ? 1 2 3 4 ta te te ഇങ്ങോട്ട് അങ്ങോട്ട് ta te te ഇങ്ങോട്ട് te te അങ്ങോട്ട് ta te te ta te te ഇതിന്റെ ഇങ്ങോട്ട് ta te te ta te 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 ta. ഇപ്പൊ ഇരുന്ന് നിരങ്ങുവാണോ? എന്ത് നരവണ്ടി നിനക്ക്? അപ്പോ ഇത്രയൊക്കെ മതി. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പരവലടവിന്റെ 4 എണ്ണം ഇവിടെ കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇത്രയും അളവുകൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കൊറിയോഗ്രാഫിയില് ഈസി ആയിട്ട് സ്റ്റെപ്സ് ഇടാം. അപ്പൊ അതിനു വേണ്ടി തന്നതാണ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. കേട്ടില്ല? ജീവിതം മടുത്തു, ഇനി ആത്മഹത്യ ചെയ്താൽ മതി എന്ന് തോന്നുമ്പോ പരവലടവ് ചെയ്യുക. എല്ലാ വിഷമവും നമ്മുടെ മാറി കിട്ടും. അങ്ങനെ ഇവരൊക്കെ ഇത്ര സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ. സോ എൻജോയ് യുവർ ലൈഫ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. സെലിബ്രേറ്റ് ഡാൻസിങ്. താങ്ക് യു.